ഒരു ഭക്ഷ്യസ്ഥാപനത്തിൻ്റെ പരിശോധനയിൽ അത് റെസ്റ്റോറൻ്റ് ആവട്ടെ, ഹോട്ടലാവട്ടെ, കൂൾ ബാർ ആവട്ടെ, എന്തുമാവട്ടെ. ഒരു ഭക്ഷ്യസ്ഥാപനത്തിൻ്റെ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരിടമാണ് ആ സ്ഥാപനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ചില്ലർ അതുമല്ലെങ്കിൽ ഫ്രീസറിൻ്റെ ശുചിത്വം. പലപ്പോഴും പല സ്ഥാപനങ്ങളുടെയും ഡൈനിങ് ഏരിയയും അടുക്കളയുമൊക്കെ പൊതുവെ കാണുമ്പോൾ ശുചിത്വമുള്ളതായി തോന്നുമെങ്കിലും ആ സ്ഥാപനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന റെഫ്രിജറേറ്ററിൻ്റെ അവസ്ഥ പലപ്പോഴും പരിതാപകരമായിരിക്കും. റെഫ്രിജറേറ്ററിൽ എന്തിനാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നത്? പൊതുവെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷ്യവസ്തുക്കൾ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാൻ പാടില്ല. അവ ഉടനെ തന്നെ താഴ്ന്ന ഊഷ്മാവിലേക്കോ ഉയർന്ന ഊഷ്മാവിലേക്കോ മാറ്റേണ്ടതുണ്ട്. സാധാരണ 5 ഡിഗ്രി സെൽഷ്യസിനും 60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വരുന്ന സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഭക്ഷ്യവസ്തുക്കൾ അധിക സമയം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവ വളരെ പെട്ടെന്ന് കേടുവരും. അതുകൊണ്ട് തന്നെ അവ കേടുവരാതിരിക്കാൻ വേണ്ടി സുരക്ഷിതമായ ഊഷ്മാവിലേക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്ററിലേക്ക് നാം ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നത്. അതായത് 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറിലായിരിക്കണം റെഫ്രിജറേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും പല സ്ഥാപനങ്ങളുടെയും റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ പലപ്പോഴും 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കില്ല. അവ പലപ്പോഴും കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത റെഫ്രിജറേറ്ററുകളായിരിക്കും. അതുമല്ലെങ്കിൽ പൊട്ടിപ്പൊളഞ്ഞ ഡോറുകളുള്ള അല്ലെങ്കിൽ പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായ മറ്റു സംവിധാനങ്ങളൊന്നും ഒരുക്കാത്ത സ്ഥാപനങ്ങളായിരിക്കും. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ റെഫ്രിജറേറ്ററുകളിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. കൃത്യമായി എല്ലാ സമയവും 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു റെഫ്രിജറേറ്ററിൽ മാത്രമേ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള റെഫ്രിജറേറ്ററിൻ്റെ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. റെഫ്രിജറേറ്ററുകളിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ നാം താപനില ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അവിടെ മറ്റൊരു കാര്യമാണ് സെപ്പറേഷൻ, വേർതിരിച്ച് വെക്കുക എന്നുള്ളത്. ഒരു റെഫ്രിജറേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ വെജും നോൺ വെജും ഒരുമിച്ച് വെക്കരുത്. പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കളും പാചകം ചെയ്യാത്ത ഭക്ഷ്യവസ്തുക്കളും ഒരുമിച്ച് വെക്കരുത്. എല്ലാം വേർതിരിച്ച് വെക്കുക എന്നുള്ളത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ തന്നെ കാണുമ്പോൾ പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പഴയതും പുതിയതും പാക്കഡും വെജും നോൺ വെജും മിൽക്കും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ എങ്ങനെയാണോ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അതുപോലെയാണ് ഇവിടെ റെഫ്രിജറേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോയി ഡംപ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ ഡംപ് ചെയ്തിട്ടുണ്ട്, പുതുതായി വന്നതുണ്ട്, എല്ലാം കൂടി ഒരു ഞെളിയം പറമ്പിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതുപോലെയുണ്ട് ഇത്തരത്തിലുള്ള റെഫ്രിജറേറ്ററിൽ പലപ്പോഴും ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന രീതി. ഇത് ഒരിക്കലും അനുവദിക്കാവുന്ന ഒന്നല്ല. ഭക്ഷ്യവസ്തുക്കൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുമ്പോൾ കൃത്യമായിട്ടും സെപ്പറേറ്റ് ചെയ്ത് കൃത്യമായ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് കൃത്യമായി അടച്ചു വെച്ച് അതിൻ്റെ കൃത്യമായ ഡേറ്റും ടൈമും ഒക്കെ എഴുതിയിട്ട് വേണം കൃത്യമായിട്ട് മാർക്കിംഗ് ചെയ്തതിന് ശേഷമാണ് സൂക്ഷിക്കേണ്ടത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന രീതി ഭക്ഷ്യവിഷബാധ വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് റെഫ്രിജറേറ്ററുകളുടെ ശുചിത്വം, റെഫ്രിജറേറ്ററുകളിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന രീതി അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന റെഫ്രിജറേറ്റർ ആവണം. അതിനകത്ത് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് കൃത്യമായിട്ട് അടച്ചു വെച്ച് ഡേറ്റും ടൈം എഴുതി വെക്കണം. അവിടെ ക്രോസ് കണ്ടാമിനേഷനുള്ള സ്കോപ്പ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ശുചിത്വം നിർണ്ണയിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റെഫ്രിജറേറ്ററിൻ്റെ അല്ലെങ്കിൽ ചില്ലറിൻ്റെ അതുമല്ലെങ്കിൽ ഫ്രീസറിൻ്റെ ഒക്കെ ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്.